സക്കായി മാപ്പിളെ, പെണ്ണ് ഗർഭിണി തന്നെ അല്ലടോ? അതുള്ളതാ. എന്നതാ കിണങ്ങുന്ന? ഒന്നുമില്ലേ. പറയടോ. അല്ല, ഒരു കുസൃതി ചോദ്യം, പക്ഷെ കാര്യം ഗൗരവമാ. എന്നതാ? അല്ല, ഇയാള് പറയടോ. അല്ല, അപ്പാപ്പനെ കയറി അപ്പാന്ന് വിളിക്കേണ്ട ഗതികേട് വരുമോ അവളുടെ കൊച്ചിന്? അഭിരാമിയാണെന്ന് ന്യായം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാര്യം കുഴപ്പമാവേ. അതിനേക്കാളൊക്കെ നല്ലത് 40 വർഷം മുമ്പ് അഭിരാമി അന്ന് കയ്യബദ്ധത്തിൽ പറ്റിയതാ. പക്ഷെ ഇവളെ താൻ പറഞ്ഞത് ഗൗരവമുള്ള കാര്യം തന്നെയാണോ? ശ്രീകലയായിട്ടോ അഭിരാമിയായിട്ടോ അവൾ ഈ ഭൂലോകത്ത് വേണ്ട. അത് തന്നെയാണോ ഉചിതം? പരമ്പരാഗകൾ ആലോചിക്കുമ്പോഴും അത് തന്നെയാ ഉചിതം, ഇല്ലയോടോ? ഉള്ളതാ. ചേച്ചി ഇവിടെ വന്നിരിക്കുക. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? എന്തുപറ്റി? ചേട്ടനും തിരക്കുന്നുണ്ട് താഴെ. ഇങ്ങോട്ട് വരാൻ പറയട്ടെ? വേണ്ട, ഞാൻ വന്നോളാം. ആ രാജേട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. കാര്യം ഞാൻ നേരി പറയാം. ഇല്ല, അതല്ല രാജേട്ടാ, ഒരു പ്രശ്നമുണ്ട്. ഒക്കെ ഞാൻ നേരിട്ട് പറയാം. ശരി. ആനി, 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 ആനി. അതെ, ഇവിടെ കിടന്ന് ആനി ആനി എന്ന് വിളിച്ചു കൂവി കിടന്നിട്ട് ഒരു കാര്യവുമില്ല. പുള്ളിക്കാരി മുകളിലുണ്ട്, രാജനെ വിളിക്കുക. രാവിലെ സക്കായി മാപ്പിള പറഞ്ഞപ്പോ എന്നതാ പറഞ്ഞേ? വിശ്വാസം ഇല്ലായിരുന്നല്ലോ. ഓ എന്റെ കർത്താവേ, ഇപ്പൊ എന്നതൊക്കെ ആയിരിക്കും വിളിച്ചു പറഞ്ഞു കാണുക. നമ്പൂരി അച്ഛന് സ്ഥിരബോധം വന്നു. ഇനി നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കേല എന്റെ രാജേട്ടാ. എല്ലാത്തിനും ഒരു പങ്ക് അവകാശം തനിക്കുണ്ട്. വെറുതെ വിടില്ലട തന്നെ ഞാൻ. എന്നാ കടിയാടോ ചെവിക്ക്? ഇവിടെ എന്റെ ചെവിക്കല്ലേ തകർന്നിരിക്കുക. ആ നമ്പൂരി വെച്ച് എന്റെ ചെകിട്ടത്തടിച്ചു. ചിരിക്കാന്നോ? എടോ, ആദ്യം പഠിക്കേണ്ടത് അടി കൊള്ളാതിരിക്കാനുള്ളടാവാ. അഥവാ കിട്ടിയാൽ തന്നെ രണ്ടെണ്ണം തിരിച്ചു കൊടുക്കാനും. അതിന് കഴിയില്ല. പിന്നെ തന്നോട് പറഞ്ഞിട്ട് എന്നാ കാര്യം? അതാ ഇവിടെ ഒന്ന് പറഞ്ഞേ. എടോ, വ്രതവും പൂജയും കഴിഞ്ഞ് ഹിരണ്യനിങ്ങ് വന്നോട്ടെ. ഇതിന് മാത്രമല്ല, എല്ലാത്തിനും കൂടി ചേർത്ത് കൊടുത്തേക്കാം. എന്നതായാലും ഇത്രയും കാലം അവന്റെ പ്രശ്നമില്ലായിരുന്നു. മന്ദബുദ്ധിയായിട്ട് നടക്കുകയായിരുന്നല്ലോ. തലയിൽ തല്ലണ്ടായിരുന്നു, അതുകൊണ്ട് പറ്റിയതല്ലയോ? ഇതൊക്കെ അലോനയുടെ പ്രവൃത്തികളാ. എല്ലപ്പറമ്പും പൂജയൊക്കെ ആണല്ലോ അവരുടെ ലക്ഷ്യം. അലോന തന്നെയാ, ഇല്ലയോ?
അതുകൊണ്ടാ പറഞ്ഞത് അവൻ വരുന്നത് വരെ ക്ഷമിക്കണമെന്ന്. ഉള്ളതാ. ഓ, ഹലോ രാജേട്ടാ. ആനി കിടന്നായിരുന്നു. ഇല്ല രാജേട്ടാ. നാളെ തന്നെ കാണണം. പെട്ടെന്ന് എനിക്ക് കണ്ണൂർ വരെ ഒന്ന് പോകണമായിരുന്നു. മിനിസ്റ്റർ വിളിപ്പിച്ചതാ. എന്താ എനിക്ക് പറയാനുള്ളത്? പിന്നെ പറയാം രാജേട്ടാ. ശരി ആനി, ഗുഡ് നൈറ്റ്. ആനി ഉറങ്ങിയില്ലേ? എന്തേ ഉറക്കം വരുന്നില്ലേ? ഇല്ല. വാ കിടക്ക്. ചേർന്ന് എന്നെ കൊരങ്ങെടുപ്പിക്കായിരുന്നല്ലടി. ഡേവിച്ചൻ ആ കളി അറിയില്ല. അറിയാത്ത കളി ഡേവിച്ചൻ കളിക്കാറില്ല. പക്ഷേ ഇതിൽ ഡേവിച്ചൻ ജയിക്കണം, ജയിക്കണം.
അഭിരാമി പുനർജനിച്ചത് റഷ്യക്കാരിയിലൂടെയാണെന്നല്ലേ കരുവത്തിലെത്ത നീലകണ്ഠൻ നമ്പൂതിരി പറഞ്ഞത്. ഇപ്പൊ ആരെയാടോ ഇവിടെ കൊണ്ടിട്ട് മൂടേണ്ടത്? അതൊക്കെ പാഞ്ചിക്കാളി തീരുമാനിക്കും. ഞാൻ ആലോചിക്കുന്നത് വേറെ കാര്യമാണ്. ഇത്രയും കാലം നമ്പൂതിരിയച്ഛൻ ഈ മണ്ണിൻ്റെ ചിന്തകളൊന്നും ഇല്ലാതെ ശവം പോലെ കിടപ്പായിരുന്നല്ലോ. ഇപ്പം തലപൊക്കിയില്ലേ? ഇനി അന്നത്തെ പോലെ വിഗ്രഹവും പൊക്കി പിടിച്ച് ഇവിടെ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു വന്നാൽ എന്നാ ചെയ്യും? അന്ന് ചെയ്തതൊക്കെ തന്നെ ചെയ്യും. പിന്നെ ഒരു വ്യത്യാസം, ആ തല പിന്നെ ഒരിക്കലും ഉയരുകയില്ല. അതൊന്നും അല്ല പരിഹാരം. പിന്നെന്നതാ, ഞാൻ ചാവണോ? എൻ്റെ തലയിൽ മിന്നുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഉവ്വ. ആനക്കൊച്ചിനെയും നമ്പൂരിയച്ഛനെയും ഈ അഭിരാമി ഒതുക്കാൻ ഒരാൾ മതി. അതാരാ പുതിയ അവതാരം? പുതിയതല്ല, പഴയത് തന്നെ, ഡേവിച്ചൻ. ഒറ്റ വീക്കെന്ന് തന്നല്ലോ. പിന്നെ കൈവെള്ളയിലെടുക്കാൻ നിന്ന് തരല്ലേ ആള്. അപ്പൻ്റെ പതനം കാണാൻ നടക്കുന്നവന് കയ്യിലെടുക്കാൻ പോകുന്നു. തനിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഉള്ളതാ സക്കായി മാപ്പിള. അല്ല, അതുള്ളതാ. അയ്യോ അതല്ല, ഞാൻ പറഞ്ഞത് ഉള്ള കാര്യമാണ്. ദേ അതിൻ്റെ ഒരു മിന്നാട്ടം ഉണ്ടേ. എല്ലാം കൂടെ തമ്മിത്തല്ലാനുള്ളൊരു വഴി തെളിയുന്നുണ്ട്. രാജൻ ജോർജ്. ഒന്ന് ചൂടാക്കി വിട്ട കലങ്ങും. സംഗതി കൊള്ളാം. പക്ഷേ ആ നമ്പൂരിയച്ഛൻ ഇപ്പൊ ബുദ്ധി തെളിഞ്ഞില്ലേ? അവന്റെ മനസ്സിൽ ആനയുടെ വയറ്റിലെ കുഞ്ഞിന്റെ കണക്കുണ്ടല്ലോ. 10, 11, 14 മാസവും കഴിഞ്ഞിട്ട് പെണ്ണ് പ്രസവിച്ചില്ലെങ്കിൽ കാര്യം മാറുമേ. ദേ ഇതേ കാര്യം ഡേവിച്ചൻ്റെ അടുത്തും നടക്കും. ആ മാങ്ങാത്തലയും കൊച്ചോസേപ്പിന്റെ ചെറുക്കൻ്റെ കൂടെ കുറെ നാൾ കഴിഞ്ഞതല്ലയോ. ഒന്ന് പിരികേറ്റി വിട്ടാൽ മതി, ഒക്കെ തമ്മിത്തല്ലി പിരിയും. ഒന്നെങ്കിൽ വന്നേ. ഇങ്ങോട്ട് വാ. ഉള്ളതായില്ലയോ? എടോ തന്നെ എന്നതാ വിളിക്കുക? മനസ്സിലായി. ഡേവിച്ചനെ എങ്ങനെ പിരികേറ്റുമെന്നില്ലേ? അതിന് സക്കായി മാപ്പിള വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. രാഷ്ട്രീയക്കാരി വത്സമ്മ വിചാരിച്ചാൽ നടക്കും. കാര്യം നടക്കുമെന്ന് ഉള്ളതാ. ആനി, ആനി, മാധവേണ്ണെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നമ്പർ മാറിയോ? ഏത് മാധവേട്ടനാ? നമ്മുടെ ഓഫീസിലെ. എന്താ ആനി? ഞാൻ ഓഫീസിൽ പോയിട്ട് വരാർക്കേ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ ആനി. അതൊക്കെ മാധവേട്ടൻ നോക്കിക്കോളും. ഇപ്പൊ അതാണ് പ്രധാനം. മാധവേൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഗൈനക്കോളജിസ്റ്റ്, PVS ഹോസ്പിറ്റലിലെ. നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈനക്കോളജിസ്റ്റിന്റെ പേരെന്തായിരുന്നു? സുജിത്തോ? എന്തോ ആട്ടെ. അനി വേഗം റെഡിയാവും. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. കൃത്യസമയത്ത് തന്നെ അങ്ങ് എത്തിയല്ലോ. അത് പിന്നെ എവിടെയെങ്കിലും തന്ത്രം വന്ന് കേട്ടാ അപ്പം എത്തുമല്ലോ വത്സമ്മ. എന്നതാടി MLA ക്വാർട്ടേഴ്സിലെ ജീവിതം ഇക്ഷ പിടിച്ചല്ലയോ? നമ്പൂരിച്ചിന് ബോധം തെളിഞ്ഞു അല്ലേ? ഒരു കണക്കിന് നന്നായി. അവൻ നട്ടതല്ല അവളുടെ വയറ്റിൽ കുരുത്തു വരുന്നെന്ന് അറിയാനുള്ള ബുദ്ധി ഉണ്ടായില്ലയോ? അതൊക്കെ രാജൻ ജോർജിന്റെ കഴുത്തിലേക്കുള്ള വാളാണ് എന്നർത്ഥം. ഇനി അതിനൊന്ന് മൂർച്ച കൂട്ടി കൊടുത്താൽ മതി. അയാളുടെ പുതിയ വിശേഷം അപ്പൻ അറിഞ്ഞോ? എന്നതാ? ഡോളി വന്നിട്ടൊന്നും പറഞ്ഞില്ലേ? നീ കാര്യം എന്നാന്ന് പറ. ദേവസിക്കുട്ടി ഓർമ്മയുണ്ടോ അപ്പന്? അയാളുടെ മോളെ കെട്ടാൻ പോവാന്ന്. അപ്പൊ അവന്റെ കുഴി അവൻ തന്നെ കുഴിച്ചോണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. അതൊന്നും അല്ലപ്പാ. ആനിയുടെ ജീവിതം
ഡേവിച്ചിന്റെ ജീവിതം എല്ലാം നശിപ്പിച്ചില്ല അയാള്. എല്ലാം എന്നോടുള്ള വാശിയാ. അത് നിന്നോടുള്ള വാശിയൊന്നുമല്ല. അഥവാ അവന് നിന്നോടുള്ള പകയാണെങ്കിൽ അവൻ്റെ അപ്പം മാങ്ങാത്തലേനെ എന്നോടുള്ള വാശിയാ. ദേ, ഈ ബുദ്ധിയൊന്ന് ഡേവിച്ചന്റെ തലയെ കുത്തിയിറക്കാൻ പറ്റുമോ വത്സമ്മയ്ക്ക്? എന്നാൽ അവൻ അവിടെ പോയി വെട്ടിക്കോളും. വേണം വത്സമേ. ഡേവിച്ചനെ എന്നതെങ്കിലും തന്ത്രം ഉപയോഗിച്ച് നമ്മുടെ കൂടെ നിർത്തണം. അതിനു വേണ്ടി ഇത്തിരി തല കുനിക്കാനും ഞാൻ തയ്യാറാ. ഒരഭിനയം. കുറെ ആവേശവും ആക്രോശമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ബുദ്ധി കുറവാ. ഏത് തന്ത്രവും സൂത്രത്തിൽ പയറ്റാം നിനക്ക്. അവനെ നിന്റെ ചൊൽപ്പിടിക്ക് നിർത്താൻ പറ്റുമോ? പേടിക്കണ്ട. അതോടെ അവൻ ഇവിടെ കൂടുമെന്നും കരുതണ്ട. കാര്യം കഴിയാൻ പിടിച്ച് പുറത്തിടണം. അപ്പം തന്നെയല്ലേ അവന്റെ ഭാര്യ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്. അതും നമ്മൾ ട്രാപ്പിലാക്കിയ പെണ്ണ്. അതൊന്നും അങ്ങനെയല്ല. അതൊക്കെ നിനക്ക് പിന്നീട് മനസ്സിലാകും. അവനെയും അവളെയും ഇവിടെ വന്നുകൂടി എല്ലാറ്റിനെയും പുറത്താക്കാൻ ഡേവിച്ചൻ നമ്മുടെ കൂടെ വേണം. അത് കഴിഞ്ഞാൽ ഡേവിച്ചനെ പിടിച്ച് പുറത്താക്കി ഈ തറവാടിന്റെ താക്കോൽ വത്സമ്മയുടെ കയ്യിൽ വെച്ചിരുന്നു ഞാൻ.